വീട്ടിൽ നിന്ന് കാപ്പാട് ബീച്ചിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. പക്ഷേ എത്തിപ്പെട്ടത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലാട്ടോ. ബീച്ചിലേക്ക് കയറുന്ന വഴി നമ്മുടെ ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അത് കണ്ടപ്പം ഒരു വെറൈറ്റി തോന്നിയുകൊണ്ട് അവിടെ കയറി. അവിടെ കയറിയപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ഫുഡായി നെയ്ച്ചോറും ഇറച്ചിയും പത്തിരി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ കയറി നെയ്ച്ചോറും ഇറച്ചിയും കുറച്ച് തട്ടിയതിന് ശേഷം കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് ബീച്ചൊന്ന് കറങ്ങി. നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. 11 മണിയായിട്ട് പോലും ആളുകൾക്കൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ കുപ്പിയിലുള്ള സാധനം കഴിക്കാതെ എങ്ങനെയല്ലേ പോവുക. അതുകൊണ്ട് എല്ലാ കുപ്പിയിൽ നിന്നും ഓരോന്ന് വീതെടുത്ത് മെല്ലെ ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. അധികം കഴിച്ചാൽ വയറിന് പണി കിട്ടുമെന്ന് വിചാരിച്ച് അധികമൊന്നും കഴിച്ചതുമില്ല. പിന്നെ മെല്ലെ ഏട്ടൻ പറഞ്ഞു പോവാം, നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പാണ്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അധികം അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ മെല്ലെ ഞങ്ങൾ ഇറങ്ങി. ഏകദേശം പുലർച്ചെ 2 മണിയായിട്ടോ വീട്ടിൽ കയറുമ്പോഴത്തേക്കും.